എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാലേട്ടന്റെ എമ്പുരാൻ നിമിഷങ്ങൾക്കുള്ളിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ റെക്കോർഡുകളും. ഇനി റിലീസിന് വെറും 7 ദിവസങ്ങൾ ബാക്കി നിൽക്കെ കിടിലൻ പ്രീസെയിൽ കളക്ഷനാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും ഇപ്പോൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതും കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങാതെ തന്നെ ഇത്രയും മികച്ചൊരു പ്രീസെയിൽ അത് മലയാള സിനിമയുടെ ചരിത്രമാണ്. എമ്പുരാൻ സിനിമയുടെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ ഓവർസീസിൽ നിന്നും മാത്രം ഏകദേശം 11 കോടി കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് കേരളത്തിലെ ഫാൻ ഷോ കൗണ്ടുകളുടെ പ്രീസെയിൽ കൂടി നോക്കിയാൽ ഏകദേശം 12 കോടി ചിത്രത്തിന്റെ പ്രീസെയിൽ കടന്നെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ കേരള അഡ്വാൻസ് ബുക്കിംഗ് എപ്പോൾ ആരംഭിക്കും എന്ന ആ ഒരു അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയാണ്. അത് കൃത്യമായി പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും നാളെയോ മറ്റന്നാളോ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിലും ആരംഭിക്കും. കേരളത്തിൽ കൂടി ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങുന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ വീണ്ടും കുതിക്കുമെന്ന് ഉറപ്പാണ്. ഏകദേശം പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും എമ്പുരാൻ ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഏകദേശം 30 കോടി റേഞ്ചിൽ ഒരു കളക്ഷൻ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്രക്ക് മികച്ച റെസ്പോൺസ് ആണ് ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുന്ന ഓരോ കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന് പുറമെ ഇന്ത്യയിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ചിത്രത്തിന് മികച്ചൊരു പ്രൊമോഷനാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ചിത്രത്തിന് മികച്ചൊരു പ്രൊമോഷൻ ലഭിച്ചതുകൊണ്ട് തന്നെ അവിടെയും മികച്ചൊരു ബുക്കിംഗ് കാണാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഗോകുലം മൂവീസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെയും മികച്ചൊരു തിയേറ്റർ കൗണ്ടും സ്ക്രീൻ കൗണ്ടും എമ്പുരാന് ആദ്യ ദിവസം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വീഡിയോ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.